ഈ വിവരം അറിയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നാട്ടുകാർ വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത്. കാരണം ഇപ്പോൾ ഈ ചേട്ടനും ചേച്ചിയും കൂടി ഈ ചാത്തിയാത്ത് പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണല്ലോ. പെരുന്നാളിൻ്റെ കാര്യങ്ങൾക്കകത്ത് പങ്കെടുത്തുകൊണ്ടിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ 1-2 പ്രാവശ്യം ഇവർ ചെറിയ തർക്കങ്ങളുണ്ടായിട്ട് പരാതി പറഞ്ഞിട്ട് നമ്മൾ ഇടപെട്ടിട്ടുള്ളതാണ്. അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ വേസ്റ്റ് എടുത്തിട്ട് അവരെ വീട്ടിലേക്ക് ഇടും എന്നുള്ള രീതിയിലാണ് അവർ പരാതി പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവനെ വിളിച്ച് സംസാരിച്ച സന്ദർഭത്തിൽ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അത് തീർന്നതാണ്. പിന്നെ അതിനുശേഷം ഈ അടുത്തൊന്നും അങ്ങനെ ഒരു പരാതിയും കാര്യങ്ങളും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഒരു 7:50 ശേഷം ഉണ്ടായിട്ടുള്ളൊരു സംഭവം ശരിക്കും ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. നേരത്തെ ഇയാൾ അങ്ങനെ ആരുമായിട്ടൊരു ബന്ധമുള്ള ഒരാളല്ല. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്ങോട്ടോ ഒരു സഹകരിക്കുന്ന ആളല്ല. ഇയാൾ ഈ വാർണിഷ് പണി അങ്ങനെയൊക്കെയുള്ള പണികൾക്ക് പോകണത്. ഇയാൾ രാവിലെ പോകും, വൈകുന്നേരം രാത്രി എപ്പോഴെങ്കിലും വരും. മറ്റുള്ള നാട്ടുകാരായിട്ടൊന്ന് സഹകരിച്ച് പോകുന്ന ഒരു സ്വഭാവക്കാരനല്ല. പെട്ടെന്ന് ചൂടാകുന്ന ചില ശീലങ്ങളൊക്കെ ഇയാൾക്ക് ഉള്ളതാണ്. പക്ഷേ ഈ അടുത്തൊന്നും നമ്മുടെ മുമ്പിൽ പരാതി വന്നില്ല. നേരത്തെ പരാതി വന്നപ്പോൾ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞാണ് സംഭവം. ആരോഗ്യസ്ഥിതി എന്ന് വെച്ചാൽ ആ ചേട്ടൻ്റെ കാര്യത്തിൽ 50% മേൽ പിള്ളലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പ്രയാസകരമായ സാഹചര്യത്തിലാണ് ചേട്ടൻ്റെ അവസ്ഥ.